ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് കലത്തപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനു വേണ്ടി പച്ചരി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായ വേണം, ജീരകം വേണം, തേങ്ങ വേണം, ശർക്കര, പിന്നെ ഇത് ചോറ്. ഇനി നമുക്കൊരു ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കാം, ജീരകം, പിന്നെ തേങ്ങ, പിന്നെ ചോറും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ശർക്കര പാനിയും കൂടെ വരുന്നതല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ട് അരച്ചതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കിയത് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നന്നായിട്ട് സ്പൂണ് വെച്ചിത് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് അധിക സമയം തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ ഈ സമയത്തല്ല കേട്ടോ സോഡാപ്പൊടി ചേർക്കുന്നത്. നമ്മൾ ലാസ്റ്റ് കുക്കറിലേക്ക് ഒഴിക്കാൻ പോകുമ്പോഴാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. ഇതിപ്പം ഇത്രയും മാത്രം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് കുക്കർ വെക്കാം. കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നല്ലത്, അല്ലെങ്കിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങയും പിന്നെ ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റി ഈ സമയത്ത് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് ഒഴിക്കാൻ പോകുമ്പോൾ സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യണം. കുറേ സമയം മിക്സ് ചെയ്യണം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് സിമ്മിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് വേവിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കലത്തപ്പം. നമുക്കിത് പ്ലേറ്റിലേക്ക് മുറിച്ച് വെക്കാം. ഓരോ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ആരൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിതുപോലെ ഓരോരോ പീസായിട്ട് മുറിച്ച് വയ്ക്കാം. കലത്തപ്പം റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.